കർണാടക അങ്കോളയിൽ മണ്ണിടിച്ചിലിൽ കാണാതായവരിൽ ലോറി ഡ്രൈവറായ മലയാളിയും. അർജുൻ സഞ്ചരിച്ച ലോറി മണ്ണിടിച്ചിലിൽ അകപ്പെട്ടു എന്നാണ് സൂചന. പ്രദേശത്ത് രക്ഷാപ്രവർത്തനം തുടരുന്നു. ഇന്ന് വിളിച്ചപ്പോൾ അർജുന്റെ ഫോൺ റിംഗ് ചെയ്തതായി ബന്ധുക്കൾ 24-നോട് പറഞ്ഞു. GPS ട്രാക്ക് ചെയ്തപ്പോൾ ഫോൺ മണ്ണിനടിയിലാണ് എന്ന സൂചനയാണ് ലഭിച്ചത് എന്ന് അർജുന്റെ സഹോദരി ഭർത്താവ് KS ജിതിൻ 24-നോട് പറഞ്ഞു. ഇപ്പൊ നാട്ടിൽ നിന്ന് ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. അർജുന്റെ ഫോൺ ഇപ്പൊ റിംഗ് ഫുൾ ടൈം റിംഗ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. ഇപ്പം ഒരു 2 മിനിറ്റ് മുന്നേ വണ്ടിയുടെ ഉള്ളിൽ ഇപ്പോഴും അവൻ ഉണ്ട് എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കാരണം ഇപ്പൊ അവിടെ റെസ്ക്യൂ നടക്കുന്നുണ്ടെന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. കാരണം മണ്ണെന്തോ നീക്കിയപ്പോൾ ചിലപ്പം ഇനി റേഞ്ച് വന്നിട്ട് ഫോൺ റിംഗ് ചെയ്യാനും ചാൻസ്. അർജുൻ സുരക്ഷിതനാണെന്നാണ് പ്രതീക്ഷയെന്ന് കുടുംബം. പിന്നെ ഇവര് പറയുന്ന ഹൈവേ ക്ലിയർ ചെയ്യാന്നാണ് ഇവർ ഇപ്പോൾ പറയുന്നത്, അവരെ പോലീസുകാരുടെ ഉദ്ദേശം. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളെ സ്ഥലം, ഞങ്ങൾ GPS ലൊക്കേഷനൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ആ സ്ഥലം ക്ലിയർ ചെയ്തിട്ട് ഞങ്ങൾക്ക് ആ വണ്ടി കണ്ടെത്തുക എന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യം. ഇത് പറഞ്ഞ പോലെ ഞങ്ങൾ GPS ലൊക്കേഷനൊക്കെ അവർക്ക് കാണിച്ചു കൊടുത്തു. അപ്പോൾ ആ സ്ഥലത്തേക്ക് ഇവർ ട്രൈ ചെയ്യുന്നില്ല, മണ്ണ് മാറ്റാൻ അവർക്ക് പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. കാലാവസ്ഥ മോശമാണ്. പക്ഷേ ഞങ്ങൾ കുറേ അവരോട് പറയുന്നുണ്ട് ആ സ്ഥലത്ത് വണ്ടി ഉണ്ടെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. ഞങ്ങൾക്കിപ്പോൾ ഇന്നലെയൊക്കെ ഞങ്ങൾക്ക് വിളിച്ചപ്പോൾ ഫോൺ റിങ് ചെയ്തു, എന്നിട്ട് സ്വിച്ച് ഓഫ് ആയി പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ റേഞ്ച് കിട്ടുമ്പോൾ ഇങ്ങനെ ഫോൺ ഓൺ ആവുന്നതായിരിക്കും, അല്ലെങ്കിൽ ട്രൈ ചെയ്യുന്നുണ്ടാവും ആൾ ഞങ്ങളെ ബന്ധപ്പെടാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ പെട്ടെന്ന് തന്നെ മണ്ണ് മാറ്റണം, ഞങ്ങൾക്ക് അതാണ് വേണ്ടത്. മുബീൻ എന്ന് പറയുന്ന മുതലാളി അർജുനും കൂടെ 3:30 വരെ സംസാരിച്ച് 3:30 ആയപ്പം മുബീൻ പറഞ്ഞ അർജുൻ ഉറങ്ങിക്കോ, എന്നല്ല ഞാൻ കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ കുറച്ചുകൂടെ ഒരു 5 മണി വരെ യാത്ര ചെയ്തിട്ടുണ്ടാവും. ആ സമയത്ത് ഇവരെല്ലാവരും കുറച്ച് വേറെ വണ്ടിക്കാരും കൂടെ ആ സ്ഥലത്ത് ഇവൻ്റെ കൂടെ വിശ്രമിച്ചിട്ടുണ്ട്. അതിൽ സവാദ് എന്ന് പറഞ്ഞ ഡ്രൈവർ ഇവരെ കമ്പനിയുള്ളതല്ല, അവിടുന്ന് മരം എടുത്ത ആളാണെന്ന് തോന്നുന്നു. ഇവരെ കൂടെ അവിടെ കണ്ടുണ്ടെന്ന് പറഞ്ഞ്. പക്ഷെ ഓരൊക്കെ പോയി ഒരു 20 മിനിറ്റിൻ്റെ ഉള്ളിലാണ് ഇവിടെ ഇത് സംഭവിക്കുന്നത്. ആ സമയത്ത് മോൻ അവിടുന്ന് പോയിട്ട് എവിടെയെങ്കിലും എത്താനോ പിന്നെ എങ്ങോട്ടേ മാറാനോ ഒന്നും ഒരു സമയമായിട്ടില്ല. മാധ്യമങ്ങളിലൂടെയാണ് വിവരം അറിഞ്ഞതെന്നും കർണാടക മന്ത്രിയെ ബന്ധപ്പെട്ടുവെന്നും ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. വിഷയത്തിൽ ഇടപെടാൻ കാസർഗോഡ് ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയെന്നും മന്ത്രി KB ഗണേഷ് കുമാർ. അതെ, നമ്മൾ മീഡിയയിലൂടെയാണ് അറിഞ്ഞത്. അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ അവിടെ ബന്ധപ്പെട്ടു, ഉദ്യോഗസ്ഥന്മാരോട് ബന്ധപ്പെടാൻ പറഞ്ഞു. അത് ട്രാൻസ്പോർട്ട് മിനിസ്റ്ററുമായിട്ട് ഞാൻ നേരിട്ട് സംസാരിച്ചു. ഇപ്പൊ നമ്മൾ കാസർഗോഡ് കളക്ടറെ ബന്ധപ്പെട്ട് അദ്ദേഹത്തിനോട് പോവുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് പ്രതിനിധി അയക്കാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. കർണാടക സർക്കാരുമായി ബന്ധപ്പെട്ട് സാധ്യമായ എല്ലാ ഇടപെടലുകളും നടത്തുന്നുവെന്ന് MK രാഘവൻ MP. കർണാടക ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരമാവധി ചെയ്യാൻ നോക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ബംഗളൂരുവിൽ നിന്ന് അരുൺ പൂപ്പറമ്പയും കോഴിക്കോട് കക്കോടിയിലെ അർജുന്റെ വീട്ടിൽ നിന്ന് അഭിജിത്ത് മുഴക്കുന്നുമാണ് ചേരുന്നത്. ആദ്യം അരുൺ പൂപ്പറമ്പയിലേക്ക്. അരുൺ, ഈ രക്ഷാപ്രവർത്തനത്തിലെ തടസ്സമാണ് പ്രധാന ബുദ്ധിമുട്ടായി പറയുന്നത്. ഈ കാര്യത്തിൽ എന്തെങ്കിലും പുരോഗതി ഉണ്ടായിട്ടുണ്ടോ? വേണു, ഇപ്പോൾ അവിടെ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ പ്രതികൂലമായിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് അവിടുത്തെ രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം. അതായത് ശക്തമായ മഴ ആ പ്രദേശത്ത്, ഈ അങ്കോള എന്ന് പറയുന്ന പ്രദേശത്ത് ശക്തമായ മഴ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ റോഡിന് തൊട്ടരികിലുള്ള ഈ പുഴയിൽ, ഗംഗാവതി പുഴയിൽ ക്രമാതീതമായി ജലനിരപ്പ് ഉയരുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തകർക്ക് ഇതിൽ തെരച്ചിൽ നടത്തുന്നതിന് അത്തരത്തിൽ പ്രായോഗികമായ ചില ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാൽ ഇവിടെ കൂടുതൽ JCBകൾ എത്തിച്ച് ഈ തെരച്ചിൽ നടത്തുന്ന ഈ പ്രവർത്തനം ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട് എന്നതാണ് നമുക്ക് അവിടുന്ന് പ്രാദേശികമായി ലഭിക്കുന്ന വിവരം. അതായത് ഇതിൽ പ്രധാനമായും ഈ ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനത്തിൽ ഉണ്ടായ ചില അനാസ്ഥയാണ് ഇത്ര വലിയ പ്രശ്നത്തിലേക്ക് നയിച്ചതെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഈ മണ്ണിടിച്ചിൽ ഉണ്ടായി ദേശീയപാതയിലേക്ക് മണ്ണിടിഞ്ഞു വീഴുന്നു. ഈ ദേശീയപാതയിൽ ഈ മണ്ണിനടിയിൽപ്പെട്ട ആദ്യ 2 വാഹനങ്ങൾ മാത്രമാണ് ആദ്യ ദിവസം രക്ഷാപ്രവർത്തകർക്ക് കണ്ടെത്താൻ സാധിച്ചത്. അതിൽ അകപ്പെട്ട അവരുടെ മൃതദേഹമാണ് ആദ്യം കണ്ടെത്തിയത്. എന്നാൽ ഈ റോഡിന്റെ തന്നെ ഈ പാതയുടെ മറുവശത്ത് വലിയ മൺകൂനി ഉണ്ടായിരുന്നു. ഇതൊരു മണ്ണിടിച്ചിൽ എന്നതിനപ്പുറത്തേക്ക് ഒരു കുന്ന് തന്നെ ഇടിഞ്ഞ് ഈ പാതയുടെ അരികിലേക്ക് ഇടിഞ്ഞു വീഴുകയായിരുന്നു. അതിൻ്റെ ഒരു വലിയൊരു വശം തന്നെ ഇത്തരത്തിൽ മണ്ണിനടിയിലാവുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്നാൽ മറുവശത്ത് ഉള്ള മണ്ണ് അവർ നീക്കം ചെയ്യുകയോ അവിടെ കാര്യമായ എന്തെങ്കിലും ഒരു തെരച്ചിൽ നടത്താനോ അവർ ആദ്യഘട്ടത്തിൽ തയ്യാറായിരുന്നില്ല. പിന്നീട് കൂടുതൽ വാഹനങ്ങൾ ഇതിൽ അകപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം ഒക്കെ ഈ പരിക്കേറ്റ് ചികിത്സയിലുള്ളവർ കൈമാറിയതിനു ശേഷമാണ് അവർ ആ രീതിയിലുള്ള ദ്രുതഗതിയിലുള്ള പിന്നീട് തെരച്ചിൽ നടത്തിയത്. മറ്റൊരു സാധ്യത എന്നുള്ളത് ഈ പുഴയിൽ 4 പേരുടെ മൃതദേഹം കണ്ടെത്തിയത് ഈ തൊട്ടരികിലുള്ള പുഴയിൽ നിന്നാണ്.
അതുകൊണ്ട് തന്നെ അവർ അവിടെ കേന്ദ്രീകരിച്ച് ഒരു ഘട്ടത്തിൽ രണ്ടാമത്തെ ദിവസം മുതൽ ഈ പുഴയിലാണ് വീണ്ടും തെരച്ചിൽ നടത്തിയത്. ഈ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി ദേശീയപാതയിലെ മണ്ണ് നീക്കം ചെയ്ത് അവിടുത്തെ തെരച്ചിൽ അവസാനിപ്പിക്കുകയാണ് ആദ്യഘട്ടത്തിൽ ഉണ്ടായത്. എന്നാൽ ഇപ്പോൾ ബന്ധുക്കൾ പറയുന്നത് പോലെ ഈ GPS ലൊക്കേറ്റ് ചെയ്തതനുസരിച്ച് മണ്ണിനടിയിൽ ഇപ്പോഴും ഈ അർജുൻ സഞ്ചരിച്ചിരുന്ന ലോറിയുണ്ട്. സ്വാഭാവികമായും അർജുൻ ലോറിക്കകത്തുണ്ട് എന്ന സംശയമാണ് ഈ ബന്ധുക്കൾ ഉൾപ്പെടെ പറയുന്നത്. സ്വാഭാവികമായും ആ തരത്തിൽ ആ മണ്ണിൻ വലിയ മൺകൂന മറുവശത്തുണ്ട്. അതിൽ പരിശോധന നടത്താൻ, തെരച്ചിൽ നടത്താൻ ഈ രക്ഷാപ്രവർത്തകർ തയ്യാറായില്ല. എന്നാൽ നിലവിൽ ഇപ്പോൾ ഈ GPS ലൊക്കേറ്റ് ചെയ്ത് ബന്ധുക്കൾ ഈ വിവരം കൈമാറുകയും കോഴിക്കോട് MP ഉൾപ്പെടെ ആദ്യഘട്ടത്തിൽ ഇടപെട്ടു. ഇപ്പോൾ സർക്കാർ തലത്തിലുള്ള ഇടപെടൽ കൂടി ഉണ്ടായതോടെ അവർ വീണ്ടും ഈ മണ്ണ് നീക്കം കൂടുതൽ JCBകൾ എത്തി. നമുക്ക് അവിടുത്തെ പുതിയ ദൃശ്യങ്ങൾ കൂടി ലഭിച്ചിട്ടുണ്ട്. ആ JCB ഉപയോഗിച്ച് കൂടുതൽ JCB ഉപയോഗിച്ച് ആ മണ്ണ് നീക്കം ചെയ്ത് നിലവിൽ ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നുണ്ട് എന്നതാണ് നമുക്ക് പ്രാദേശികമായി അവിടുന്ന് ലഭിക്കുന്ന വിവരം. എന്തായാലും കൂടുതൽ പേരെ അങ്ങോട്ട് ഈ തെരച്ചിലിനായി എത്തിക്കുന്നുണ്ട് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും നമുക്ക് ശുഭപ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കാം എന്നതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാനുള്ളത്. എന്തായാലും തെരച്ചിലിനൊടുവിൽ അർജുനെ സുരക്ഷിതമായി ലഭിക്കുമെന്ന കുടുംബത്തിന്റെ പ്രതീക്ഷ, അതിനൊപ്പം തന്നെ നമുക്ക് നിൽക്കാം എന്നതാണ് പറയാനുള്ളത്. വേണു, അരുണി, അർജുന്റെ കാര്യത്തിലല്ലാതെ മറ്റെന്തെങ്കിലും കൂടുതൽ പേർ അവിടെ കിടപ്പുണ്ടാകാം, അങ്ങനെ എന്തെങ്കിലും വിവരമോ ആ രൂപത്തിലുള്ള രക്ഷാപ്രവർത്തനത്തിന്റെ പുരോഗതിയോ അത് സംബന്ധിച്ച വിവരങ്ങൾ എന്തൊക്കെയാണ്? വേണു, അത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിൽ എത്ര പേർ അകപ്പെട്ടിട്ടുണ്ടെന്ന്, എത്ര വാഹനങ്ങൾ ഈ മണ്ണിനടിയിൽ ഉണ്ടോ എന്ന കാര്യത്തിൽ ഈ രക്ഷാപ്രവർത്തകർക്കോ അവിടുത്തെ ഭരണകൂടത്തിനോ യാതൊരു വ്യക്തതയും ഉണ്ടായിരുന്നില്ല എന്നതാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചു, നമ്മൾ ആദ്യം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന ഘട്ടത്തിൽ 2 വാഹനങ്ങൾ ഈ മണ്ണിനടിയിൽ അകപ്പെട്ടു എന്നതാണ് ജില്ലാ കളക്ടർ തന്നെ അവിടെ എത്തിയ സ്ഥലം സന്ദർശിച്ച ശേഷം അവർ പറഞ്ഞത്. ആ വാഹനങ്ങൾ കണ്ടെത്തി. അതിൽ നിന്ന് ഒരു കുടുംബത്തിലെ 5 പേർ സഞ്ചരിച്ചിരുന്ന ഒരു കാറ്, അതോടൊപ്പം തന്നെ മറ്റൊരു ടാങ്കർ ലോറി, ഈ ടാങ്കർ ലോറിയുടെ ഡ്രൈവറും അതോടൊപ്പം തന്നെ ക്ലീനർ, ഇത്തരത്തിൽ 7 പേരുടെ മൃതദേഹമാണ് ആദ്യ ദിവസം കണ്ടെത്തിയത്. അതിനുശേഷം ഇവർ ഈ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി ദേശീയപാതയിൽ കൂടി ഉണ്ടായിരുന്ന മണ്ണ് അവർ നീക്കം ചെയ്യുന്നു. ആ തരത്തിൽ മണ്ണ് നീക്കം ചെയ്തുള്ള തെരച്ചിൽ അന്ന് രാത്രി തന്നെ അവർ അവസാനിപ്പിച്ചിരുന്നു. പിറ്റേ ദിവസം ഈ പരിക്ക് പറ്റിയൊരു യുവാവ് ഇതിൽ കൂടുതൽ വാഹനങ്ങൾ ഈ മണ്ണിടിച്ചിരുന്ന സമയത്ത് ഉണ്ടായിരുന്നു എന്ന് ഉറപ്പിച്ച് ഈ രക്ഷാപ്രവർത്തകർക്ക് വിവരം കൈമാറുന്നു. ഇതേ തുടർന്നാണ് അവർ വീണ്ടും ഇത്തരത്തിൽ ആ പാതയിലും അതോടൊപ്പം തന്നെ ഈ മണ്ണിടിഞ്ഞു വീണ പാതയിലും തൊട്ട് അരികിലുള്ള പുഴയിലും അവർ തെരച്ചിൽ നടത്തിയത്. അതിനൊടുവിലാണ് 4 മൃതദേഹം കൂടി കണ്ടെത്തിയത്. പിന്നീട് തുടർന്ന് നടത്തിയ തെരച്ചിലിൽ ഈ 4 പേരുടെ 2 ബൈക്കുകൾ ഈ മണ്ണിനടിയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അവർ തമിഴ്നാട് സ്വദേശികളാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോഴും ഇതിന്റെ മറുവശത്ത് വലിയൊരു മൺകൂന ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത്, ഇപ്പോൾ അവർ രക്ഷാപ്രവർത്തനം നടത്തുന്നത് അല്ലെങ്കിൽ അവർ മണ്ണ് നീക്കം ചെയ്യാൻ ശ്രമിക്കുന്നത് ആ വശത്തുള്ളതാണ്. അവിടെ നിന്ന് മണ്ണ് നേരത്തെ തന്നെ നീക്കം ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത് ആദ്യഘട്ടത്തിൽ തന്നെ ഒരു വ്യക്തതയുണ്ട്. ഇപ്പോൾ 3 ദിവസം പിന്നിട്ടു, കൂടുതൽ മഴ പെയ്യുന്നു, ഈ മണ്ണ് വലിയൊരു മൺകൂനിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രായോഗികമായ ബുദ്ധിമുട്ട് ഇപ്പോൾ അവർ നേരിടുന്നുണ്ട്. JCB ഉപയോഗിച്ച് നീക്കം ചെയ്യുമ്പോഴും ആ പ്രായോഗികമായിട്ടുള്ള തടസ്സം അവർക്ക് നേരിടുന്നുണ്ട്. എന്നാൽ ആദ്യഘട്ടത്തിൽ അവർ അത് നീക്കം ചെയ്യാനോ ആ രീതിയിലുള്ള ഒരു വിപുലമായൊരു രക്ഷാപ്രവർത്തനം അവിടെ നടന്നിരുന്നില്ല. അവർ ഈ 7 പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ആദ്യം നിഗമനത്തിലെത്തുന്നു. പിന്നീട് ഈ 4 പേരുടെ മൃതദേഹം കൂടെ കണ്ടെത്തുന്നു. വീണ്ടും അവർ തെരച്ചിൽ അവസാനിപ്പിക്കുന്നു. പിന്നീട് ഈ ഗംഗാവതി പുഴയിലൊക്കെയാണ് ഇവർ NDRF സംഘം കൂടുതൽ പേരുണ്ടോ എന്ന തരത്തിൽ തെരച്ചിൽ നടത്തിയത് ഈ പുഴയിലാണ്. അപ്പോഴും ഈ കൂടുതൽ മണ്ണ് നീക്കം ചെയ്തുള്ള തെരച്ചിലേക്ക് അവർ കടന്നിരുന്നില്ല. പിന്നീട് ഈ അർജുനെ ഇങ്ങനെ കാണാതായിട്ടുണ്ടെന്നും ഈ ബന്ധുക്കൾ ഈ വിവരം കൈമാറുകയും സർക്കാർ തലത്തിലൊക്കെ ഈ ഇടപെടൽ ഉണ്ടായതിനു ശേഷമാണ് ഇപ്പോൾ ഇന്ന് രാവിലെ വീണ്ടും ഇത്തരത്തിൽ അതിന്റെ മറുവശത്തുള്ള മണ്ണ് പൂർണ്ണമായി JCB ഉപയോഗിച്ച് നീക്കം ചെയ്ത് അവിടെ ഇപ്പോൾ തെരച്ചിൽ നടത്തുന്ന സാഹചര്യമുള്ളത്. എന്തായാലും ആദ്യഘട്ടത്തിൽ അത്തരത്തിലുള്ള തെരച്ചിൽ ആ വശത്ത് നടത്തിയിരുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ശരി, അരുണിലേക്ക് വരാം. ഇപ്പോൾ അർജുന്റെ വീട്ടിൽ നിന്ന് അഭിജിത്ത് മുഴക്കുന്നും ചേരുന്നുണ്ട്. അഭിജിത്ത്, വീട്ടുകാർക്ക് പുതുതായി എന്തെങ്കിലും വിവരം ലഭിച്ചതായി അറിയാമോ? വേണു, ഇതിൽ ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന വിവരം കുടുംബം നമ്മളെ അറിയിക്കുന്നത് ഈ ഭാരത് ബെൻസുകാർ കുടുംബവുമായി ബന്ധപ്പെട്ടിരുന്നു. ആ ഘട്ടത്തിൽ ഭാരത് ബെൻസുകാർ അറിയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ വാഹനത്തിന്റെ എഞ്ചിൻ, അർജുൻ പോയ വാഹനത്തിന്റെ എഞ്ചിൻ, അപകടത്തിൽപ്പെട്ടു എന്ന് സംശയിക്കുന്ന വാഹനത്തിന്റെ എഞ്ചിൻ ഇന്നലെ രാത്രി വരെ പ്രവർത്തിച്ചിരുന്നു. അതിലേതാണ്ട് 50% ഇന്ധനം ബാക്കിയുണ്ട് എന്നുള്ളൊരു വിവരം കൂടി ഈ ഭാരത് ബെൻസുകാർ കുടുംബത്തെ അറിയിച്ചിട്ടുണ്ട്. അത് പ്രത്യാശ നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം അങ്ങനെയാണെങ്കിൽ ഈ മണ്ണിനടിയിൽ ഒരു പക്ഷേ
അർജുൻ ഉണ്ടെങ്കിൽ തന്നെ വളരെ സുരക്ഷിതമായി തന്നെ അർജുൻ അവിടെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട്. ആ രീതിയിലുള്ള ഒരു മറുപടിയാണ് ഈ ഭാരത് ബെൻസുകാർ നിലവിൽ കുടുംബത്തെ അറിയിച്ചിട്ടുള്ളത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം 2 ആഴ്ച മുൻപാണ് അർജുൻ ഈ ഒരു ജോലി ആവശ്യവുമായി കേരളത്തിന് പുറത്തേക്ക് പോകുന്നത്, ഈ ഒരു പ്രദേശത്തേക്ക് പോകുന്നത്. അതിനുശേഷം ഈ വീട്ടുകാരുമായി ബന്ധപ്പെടാറുണ്ടായിരുന്നു. പിന്നീട് ഒരു ദിവസങ്ങൾക്ക് മാത്രം മുൻപാണ് ഇത്തരത്തിൽ ഈ ഫോൺ വിളിച്ചിട്ട് അല്ലെങ്കിൽ ഇവരെ കുടുംബത്തിനെ ഫോൺ വിളിക്കാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോഴാണ് ഇവർക്ക് സംശയം തോന്നുന്നത്. അങ്ങനെ ബന്ധപ്പെട്ടപ്പോഴാണ് ഈ ഒരു അപകടത്തിന്റെ ഒരു സാധ്യത കൂടി മുന്നിൽ കാണുന്നത്. കുടുംബം പറയുന്നതനുസരിച്ച് അവിടെയുള്ള പോലീസ് സ്റ്റേഷൻ, അങ്കോളയിലെ പോലീസ് സ്റ്റേഷനൊക്കെ കുടുംബം ബന്ധപ്പെട്ടിരുന്നു. പക്ഷെ ആദ്യഘട്ടത്തിൽ തണുത്ത രീതിയിലുള്ള ഒരു മറുപടി മാത്രമാണ് ഈ പോലീസിന്റെ ഭാഗത്തുനിന്നുൾപ്പെടെ ഉണ്ടായത്. കാര്യമായ രീതിയിൽ ഇവർ സംശയിക്കുന്ന പ്രദേശങ്ങളിൽ ഒരു രക്ഷാപ്രവർത്തനത്തിനുള്ള ഒരു നടപടി പ്രാദേശികമായി അവിടെയുള്ള ആരുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ പോലീസിന്റെ ഉൾപ്പെടെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു ആരോപണം നിലവിൽ കുടുംബം ഉന്നയിക്കുന്നുമുണ്ട്. ഇതിലേതായാലും കുടുംബം വളരെ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. കാരണം ആ രീതിയിൽ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ വളരെ വലിയ രീതിയിൽ വേഗതയാർന്ന ഒരു രക്ഷാപ്രവർത്തനം നടക്കുകയാണെങ്കിൽ അർജുനെ ജീവനോടെ തന്നെ തിരിച്ചു വരാനുള്ള ഒരു സാധ്യത എന്തായാലും അവിടെയുണ്ട്. ആ ഒരു പ്രതീക്ഷ എന്തായാലും കുടുംബത്തിനുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഭാരത് ബെൻസിന്റെ ആൾക്കാർ അറിയിക്കുന്നത് പ്രകാരം ഈ രീതിയിൽ എൻജിൻ പ്രവർത്തിക്കുന്നുണ്ട്. അത് വളരെ പ്രത്യാശ നൽകുന്ന ഒരു കാര്യമാണ്. പക്ഷേ ആ സ്പോട്ടിലേക്ക്, ഈ അപകടം നടന്ന സ്പോട്ടിലേക്ക് ഈ ചില ബന്ധുക്കൾ പോയിട്ടുണ്ട്, നാട്ടുകാർ പോയിട്ടുണ്ട്, ഉടമയടക്കം പോയിട്ടുണ്ട്. ഈ അർജുന്റെ വാഹനത്തിന്റെ ഉടമയടക്കം ആ സ്പോട്ടിലേക്ക് പോയിട്ടുണ്ട്. ആ ഘട്ടത്തിൽ നമ്മൾ അവരുമായി സംസാരിക്കുമ്പോൾ അവർ വ്യക്തമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ സംശയിക്കുന്ന ആ ഒരു ഭാഗത്ത് കാര്യമായ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം നടക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. മറ്റ് രക്ഷാപ്രവർത്തനങ്ങളുടെ ഒക്കെ സാധ്യത പറയുന്നുണ്ടെങ്കിലും ആ രീതിയിൽ ഇടപെടൽ നടക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും ആ പ്രദേശത്തെത്തിയവർ, ആ സ്പോട്ടിലെത്തിയവർ, അർജുന്റെ ബന്ധുക്കൾ പറയുന്നത് ആ രീതിയിൽ കാര്യമായ ഒരു രക്ഷാപ്രവർത്തനം അവിടെ നടക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതിനാൽ വളരെ സക്രിയമായ രീതിയിലുള്ള ഒരു ഇടപെടൽ, വളരെ വേഗത്തിലുള്ള ഒരു ഇടപെടൽ ഉണ്ടെങ്കിൽ മാത്രമേ ആ രീതിയിൽ നമുക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ നിലവിൽ ഈ അവിടെ പോയവർ നിങ്ങളെ ബന്ധപ്പെട്ടിട്ടുണ്ടോ? എന്തെങ്കിലും ആ രീതിയിൽ മറുപടി പറയുന്നുണ്ടോ? ഇപ്പോൾ GPS ഓണായിരുന്നു, അല്ല വണ്ടി സ്റ്റാർട്ടിങ്ങിലുണ്ടായിരുന്നു. ഇന്നലെ വൈകുന്നേരം വരെ വണ്ടി സ്റ്റാർട്ടിങ്ങിലുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ ഭാരത് ബെൻസ് അവർ വിളിച്ച് പറഞ്ഞത്. അവരോട് അവിടെ ഇപ്പൊ ആരൊക്കെയാ പോയിട്ടുള്ളത്? അതായത് ആ സ്പോട്ടിലേക്ക് ആരൊക്കെയാ പോയിട്ടുള്ളത്? ഈ ഓണറും ബന്ധുക്കളൊക്കെ പോയിട്ടുണ്ടോ? ഓണറും പിന്നെ ഹസ്ബൻഡിന്റെ അനിയനും ചേച്ചീന്റെ ഭർത്താവും അവിടെ ഉണ്ട്. നേരത്തെ അവരോട് സംസാരിച്ച് പറഞ്ഞത് കാര്യമായ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം ഇപ്പോഴും നടക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ തന്നെയാണോ അവര് ഇന്നലെയൊക്കെ പറഞ്ഞു? അവർ ഇങ്ങനെ ഹൈവേ ക്ലിയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് നോക്കുന്നത്, സൈഡിലുള്ളതൊന്നും അവർ മാറ്റുന്നില്ല. ഞങ്ങൾ GPS ലൊക്കേഷൻ അയച്ചു കൊടുത്ത ആ സ്ഥലം അവർ നോക്കുന്നില്ല എന്ന് അവർ ഇന്നലെ മുതലേ പറയുന്നുണ്ട്. അങ്ങനെ നോക്കുന്നില്ല എന്ന്. അതാണ് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുന്നതിന് വേണ്ടിയിട്ട് മുന്നോട്ടെടുക്കും. ആ രീതിയിൽ തന്നെയാണ്. കാര്യമായ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനം അവിടെ ഇപ്പോഴും നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് വളരെ ഗുരുതരമായ ഒരു കാര്യമാണ്. കാരണം ഇത്തരത്തിൽ എഞ്ചിൻ പ്രവർത്തിച്ചിട്ടുണ്ട് എങ്കിൽ അവിടെ 50% വാഹനത്തിൽ ഇന്ധനം ബാക്കിയുണ്ട് എങ്കിൽ സുരക്ഷിതമായി തന്നെ അർജുൻ അവിടെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. മണ്ണിനടിയിൽ ഒരു പക്ഷേ ഭാരത് ബെൻസ് ആണ്. ആ രീതിയിൽ വലിയ അപകടം ഈ വാഹനത്തിന് സംഭവിക്കാനുള്ള ഒരു സാധ്യത കുറവാണ്. അങ്ങനെയെങ്കിൽ ആ വാഹനത്തിനകത്ത് അർജുൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വളരെ ചടുലമായ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനം നടത്തിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അർജുനെ ഈ കുടുംബത്തോടൊപ്പം രക്ഷപ്പെട്ട് കുടുംബത്തോടൊപ്പം ചേരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ആ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം നടത്തണമെന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ കുടുംബവും ആവശ്യപ്പെടുന്നത്. നേരത്തെ 24 ഉൾപ്പെടെ ബന്ധപ്പെട്ടപ്പോൾ ഗതാഗത മന്ത്രി KP ഗണേഷ് കുമാറും കൂടാതെ കോഴിക്കോട് MP MK രാഘവൻ ഉൾപ്പെടെ ഇക്കാര്യം വ്യക്തമാക്കിയതാണ്. കർണാടക സർക്കാരുമായി ചേർന്നുകൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനത്തിനുള്ള നിർദ്ദേശങ്ങൾ, ആ രീതിയിലുള്ള ഇടപെടലുകളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. ആ രീതിയിലുള്ള ഇടപെടലുകൾ നടക്കുന്നുണ്ട് എന്നാണ് നേരത്തെ ഈ അധികൃതരൊക്കെ പറഞ്ഞത്. ഈ മറ്റ് MP-യും ഒപ്പം മന്ത്രിയും ഒക്കെ പറഞ്ഞത് എന്താണ്? ഇപ്പോൾ അവിടുന്ന് വിളിച്ചപ്പോൾ അവരെന്താ പറഞ്ഞത്? ഈ ഭാരത് ബെൻസുകാർ നിങ്ങളോട് പറഞ്ഞത്? നമ്മൾ കോൺടാക്ട് ചെയ്തപ്പം അവർ പറഞ്ഞത് ഇന്നലെ രാത്രി വരെ എഞ്ചിൻ ഓൺ ആണ്. അതായത് എഞ്ചിൻ ഓൺ ആണെങ്കിൽ ആൾ അതിന്റെ അകത്തുണ്ടെങ്കിൽ അവൻ സേഫ് ആകാനുള്ള സാധ്യത നമുക്ക് ഉണ്ട്, ഇപ്പോഴും ഹോപ്പ് ഉണ്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് റെസ്ക്യൂ നടത്തിയിട്ട് നമുക്ക് അവനെ രക്ഷപ്പെടുത്താന്നുള്ളതാണ്. 72 മണിക്കൂർ ഓൾറെഡി കഴിഞ്ഞു. ഇപ്പോൾ മണ്ണിന്റെ അടിയിലാണെങ്കിൽ 72 മണിക്കൂറൊക്കെ സർവൈവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും എഞ്ചിൻ ഓൺ ആയതുകൊണ്ട് നമുക്കൊരു ഹോപ്പ് ഉണ്ട്. പിന്നെ നമുക്ക് ഇന്ന് രാവിലെ അവന്റെ ഫോണിൽ വിളിച്ചപ്പം, കസിൻ വിളിച്ചപ്പം ഫുൾ റിങ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് സൈബർ സെൽ മുഖാന്തരമൊക്കെ അതൊന്നും കൂടി ഒന്ന് നോക്കിയാൽ കറക്റ്റ് ലൊക്കേഷൻ കിട്ടിയാൽ നമുക്ക് അവനെ. ഇപ്പോഴും നിങ്ങൾ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്? ഇപ്പൊ എന്താ ഫോൺ സ്വിച്ച് ഓഫ്? ഇപ്പൊ ഫോൺ സ്വിച്ച് ഓഫിലാണ് കാണിക്കുന്നത്. പക്ഷെ ഇന്ന് രാവിലെ 8 മണിക്കാണ് ഫോൺ ഫുള്ള് റിങ് ചെയ്തിട്ട് ഓഫ് ആയത്. അത് ചാർജ് ഇല്ലായിട്ടോ ഇനിയിപ്പോ ഒന്നും നമുക്ക്
നമുക്കറിയില്ല അവിടെ എന്താ നടക്കുന്നത് എന്നുള്ളത് അറിയുന്നില്ല. GPS ഇപ്പോഴും അവിടെ ആ ലൊക്കേഷനിൽ കാണിക്കുന്നു. GPS ലാസ്റ്റ് ലൊക്കേഷൻ വന്നത് രാവിലെ നടന്ന് അവിടെ വെച്ചിട്ടാണ്. അതോടുകൂടിയിട്ട് നമുക്ക് പിന്നെ GPS-ന്റെ യാതൊരു വിധ ഇതുമില്ല. ഇന്നലെ ഭാരത് ബെൻസിൽ പോയതിനു ശേഷമാണ് നമ്മൾ അവിടുത്തെ പുതിയ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവർ ഒരുപാട് ലൊക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇന്നലെ ആ ഫ്യൂവൽ 50% ഫ്യൂവൽ അതിൽ ബാലൻസ് ഉണ്ട്. നമ്മൾ ഫ്യൂവൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് എഞ്ചിൻ ഓൺ ആക്കി കഴിഞ്ഞാൽ അതിലൊരു കെമിക്കൽ ഉണ്ട്. ആ കെമിക്കലിന്റെ അളവ് ഇന്നലെ രാത്രി വരെ കാണിച്ചിട്ടുണ്ട്. ഇറ്റ് മീൻസ് എഞ്ചിൻ ഓൺ ആണ് ഇന്നലെ രാത്രി വരെ. ഇന്നലെ രാത്രി വരെ കാണിച്ചു എന്നാണ് പറഞ്ഞത്. അവർക്ക് ഒടുവിൽ വിവരം ഓൺ ആണ് മീൻസ് വണ്ടി ഓടിക്കാന്നുള്ളതല്ല, മീൻസ് ആൾ അതിലുണ്ടെങ്കിൽ എഞ്ചിൻ ഓൺ ആണെങ്കിൽ നമുക്ക് ഹോപ്പ് ഉണ്ട്. എത്രയും പെട്ടെന്ന് ഭാരത് ബെൻസ് അതാ പറയുന്നത്, വണ്ടി ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൾ അതിലുണ്ടെങ്കിൽ നമുക്ക് ഹോപ്പ് ഉണ്ട് ഇപ്പോഴും. അപ്പം അവിടെ ഭയങ്കര ലാഗിങ് ആണ്. നമ്മൾ റെസ്ക്യൂ നടക്കുന്നുണ്ട്. ഓക്കെ, ഇത് ഇപ്പം കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ്. ഇന്നലെ രാത്രി വരെ കിട്ടുന്നില്ല. രാത്രിയായി അവിടെ റെസ്ക്യൂ ഒന്നും നടക്കുന്നില്ല. അപ്പം ഇനി കുറച്ച് സമയം കൂടി ഉണ്ട് പകലില്. ആ ഒരു സമയം കൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് അവന് നമ്മൾ ഇവിടുന്ന് പോയ ബന്ധുക്കളും ഒപ്പം മറ്റുള്ളവരൊക്കെ അവിടെ ആ പ്രാദേശികമായി രക്ഷാപ്രവർത്തനം നടത്തുന്നവരുമായി സംസാരിച്ചിരുന്നു. എന്തുകൊണ്ടാണ് അവിടെ രക്ഷാപ്രവർത്തനത്തിന് ഒരു ഡിലേ വരുന്നത് എന്ന് ഇവിടുന്ന് പോയവർ സംസാരിച്ചിട്ടുണ്ട്. അവിടെ നല്ല മഴയാണ്. ഇവർക്ക് തന്നെ പുറത്ത് ഇറങ്ങാനോ അല്ലെങ്കിൽ അവിടെ പോകുന്നത് ഭയങ്കര റിസ്ക്കുമാണ്. ഇവരൊരു സ്ഥലത്ത് നിൽക്കുമ്പോൾ അവിടെ തന്നെ മണ്ണിടിച്ചിലൊക്കെ സംഭവിക്കുന്നുണ്ട്. പിന്നെ ഈ രക്ഷാപ്രവർത്തനം പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലുള്ള പോലെ അല്ല അവിടുത്തത്. നാട്ടുകാരുടെ അങ്ങനത്തെ സപ്പോർട്ടും കാര്യങ്ങളും ഒന്നുമില്ല. അവിടെ റെസ്ക്യൂ പ്രവർത്തനത്തിൽ ഒരു 3 ഹിറ്റാച്ചി ഒരു ഭാഗത്ത്, ഒരു ലോറി അപ്പുറത്തും അതേമാതിരി 2 ഹിറ്റാച്ചി, അങ്ങനെയൊക്കെയാണ് അവരൊരു ഇതിൽ വെച്ച് നമ്മളോടത്ത് പറഞ്ഞത്. ആ ഒരു ഇതിലൊന്ന് മൂവായി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റൂല. നമുക്ക് ഒന്നും കൂടി, അതായത് മിനിസ്റ്റർ ലെവലിൽ നിന്നൊക്കെ നമുക്ക് സൈന്യം ആ ഒരു രീതിയിലൊക്കെ, കാരണം അവർ റോഡ് ഗതാഗതം പുനരാരംഭിക്കുക എന്നുള്ളതാണ് അവരുടെ മെയിൻ ആ ഒരു ഗവൺമെന്റ് നോക്കുന്നത്. അപ്പം ആ സൈഡിലാണ് GPS ലൊക്കേറ്റ് ചെയ്തത്. ആ സൈഡിൽ ഒരുപാട് കാടും മണ്ണും ഒക്കെ മൂടിക്കിടക്കുന്നതുണ്ട്. ഇപ്പം മാറ്റുന്നതിന്റെ ഭാഗമായിട്ടാണോ റേഞ്ച് വരുന്നത് ഒന്നും നമുക്കറിയില്ല. ഈ രീതിയിലാണ് വേണു ഈ രക്ഷാപ്രവർത്തനം വളരെ ഊർജിതമായി നടക്കേണ്ടതിന്റെ ഒരു ആവശ്യകതയുണ്ട്. നിലവിൽ മഴ അടക്കമുള്ള പ്രതികൂല സാഹചര്യങ്ങൾ അവിടെ ഉണ്ട് എന്നാണ് അവിടേക്ക് പോയവർ, അർജുന്റെ ബന്ധുക്കൾക്ക് അവിടെ നിന്ന് രക്ഷാപ്രവർത്തനം നടത്തുന്നവർ നൽകുന്ന മറുപടി. പക്ഷേ മറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ച്, കുറച്ചുകൂടി മികച്ച സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഈ മഴയടക്കമുള്ള പ്രതികൂല കാലാവസ്ഥയെ, അത്തരത്തിലുള്ള സാഹചര്യങ്ങളെ നേരിടാൻ പറ്റുന്ന മറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഈ രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ആ രീതിയിലുള്ള ഒരു ആവശ്യമാണ് നിലവിൽ കുടുംബം ഉന്നയിക്കുന്നത്. കാരണം ഈ സൂചിപ്പിച്ചതുപോലെ എഞ്ചിൻ അടക്കം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അർജുൻ ഈ വാഹനത്തിനകത്ത് സേഫായി ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ്, അത്തരത്തിൽ 100% അത്തരത്തിലുള്ള ഒരു സാധ്യത തന്നെയാണ് കുടുംബം പ്രതീക്ഷിക്കുന്നത്. ആ ഒരു പ്രാർത്ഥനയിലാണ്, പ്രതീക്ഷയിലാണ് കുടുംബമുള്ളത്. ഏതായാലും വലിയ രീതിയിലുള്ള ഇടപെടൽ എല്ലാ ഭാഗത്തും നടക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഈ രക്ഷാപ്രവർത്തനം മന്ദഗതിയിലാണ് എന്ന് കുടുംബം പറയുന്നു. അവിടെ ആ രീതിയിലുള്ള മറുപടിയാണ് ഇവിടെ നിന്ന് പോയവർക്ക് ഈ പ്രദേശത്ത് നിന്ന് ലഭിക്കുന്നത്. വേണു, അഭിജിത്ത്, ഇപ്പോൾ ഈ പ്രതികരിച്ച വ്യക്തി സൂചിപ്പിക്കുന്ന പോലെ ഈ ഇന്നലെയൊക്കെ ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ടും രാത്രിയാണ്, അതുപോലെ തന്നെ ശക്തമായ മഴയുണ്ട്, അങ്ങനെയുള്ള പ്രതികൂല സാഹചര്യങ്ങളുണ്ട് എന്ന് പറയുന്നു. അപ്പോഴും അവർ പറയുന്നത് പോലെ ഇന്ന് ഈ പകൽ നേരമാണ് ഏറ്റവും പ്രധാനം. അതിൻ്റെ അനുകൂലമായ ഒരു സാഹചര്യം വെച്ചുകൊണ്ട് അത്രയും ഊർജിതമായ പരിശോധനയും ഈ പറയുന്ന മണ്ണുമാറ്റലുമൊക്കെ അവിടെ നടക്കുന്നുണ്ടോ? വേണു, ഇല്ല എന്ന് തന്നെയാണ് ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ അവിടെ പോയവർ പറയുന്നത്. നമുക്ക് ആ രീതിയിൽ അവർ പറയുന്നതാണ് നമ്മൾ നിലവിൽ വിശ്വസിക്കേണ്ടത്. കാരണം അവർ ആ സ്പോട്ടിൽ ചെന്നിട്ടുണ്ട്. ഇന്നലെ രാത്രിയാണ് ഈ വാഹനത്തിന്റെ ഒരു ഓണർ പോയത്. ഒപ്പം ഈ അർജുന്റെ സഹോദരിയുടെ ഭർത്താവും അവിടേക്ക് പോയിട്ടുണ്ട്. ഇവിടെ നിന്നൊരു സംഘം ഈ അപകടം നടന്നു എന്നുള്ള വിവരം അറിഞ്ഞ് അർജുന്റെ ആ സ്പോട്ടിലേക്ക്, ഈ അങ്കോളയിലേക്ക് പോയിട്ടുണ്ട്. പക്ഷെ അവർ അവിടെ നിന്ന് നമ്മൾ ബന്ധപ്പെടുമ്പോൾ അവർ നൽകുന്ന ഒരു മറുപടി, ഈ സംശയിക്കുന്ന, ഈ അർജുൻ കുടുങ്ങിക്കിടക്കുന്നു എന്ന് സംശയിക്കുന്ന ആ ഒരു ഭാഗത്ത് ആ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനം നടക്കുന്നില്ല. നിലവിൽ അവിടെ ഈ പ്രദേശത്തുള്ളവർ അല്ലെങ്കിൽ ആ രീതിയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നവർ ഊന്നൽ കൊടുക്കുന്നത് റോഡ് ക്ലിയർ ചെയ്യുന്നതിനാണ്, ഗതാഗത തടസ്സം മാറ്റുന്നതിനാണ് നിലവിൽ അവർ ഊന്നൽ കൊടുക്കുന്നത്. പക്ഷേ ഈ കുടുങ്ങിക്കിടക്കുന്നു എന്ന് സംശയിക്കുന്ന ഭാഗത്ത് ആ മണ്ണ് മാന്തിക്കൊണ്ട് മണ്ണിനടിയിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നതുണ്ടോ എന്നുള്ള കാര്യം സ്ഥിരീകരിക്കാൻ ആ രീതിയിലുള്ള ഒരു ഇടപെടൽ ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നവർ അല്ലെങ്കിൽ ആ രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്നവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ആ പ്രദേശത്ത് അവിടേക്ക് പോയവർ പറയുന്നത്. അങ്ങനെയെങ്കിൽ അത് വളരെ ഗുരുതരമായ കാര്യമാണ്. കാരണം ഇവർ അറിയിച്ചതനുസരിച്ച് എഞ്ചിൻ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, എഞ്ചിൻ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നതെങ്കിൽ ജീവനോടെ വളരെ സുരക്ഷിതമായി അർജുൻ ആ വാഹനത്തിനകത്തുണ്ടാകും. അങ്ങനെയെങ്കിൽ ഏറ്റവും പെട്ടെന്ന് എത്രയും അടിയന്തരമായ ഒരു രക്ഷാപ്രവർത്തനമാണ് നടത്തേണ്ടത്. ഏതൊക്കെ രീതിയിലുള്ള പ്രതികൂല കാലാവസ്ഥയുണ്ട്, പ്രതികൂല സാഹചര്യങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അതിനെ മറികടക്കുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ സക്രിയമായ രീതിയിലുള്ള, വളരെ വേഗത്തിലുള്ള ഒരു ഇടപെടൽ നടത്തുക, അത് വളരെ അനിവാര്യമായ ഒരു കാര്യമാണ്. നമ്മുടെ മറ്റ് ജനപ്രതിനിധികളുടെ ഉൾപ്പെടെ ഭാഗത്ത് നിന്ന് അതിനുള്ള ഇടപെടൽ നടക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
രാവിലെ മന്ത്രി ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറും ഒപ്പം MK രാഘവൻ MP ഒക്കെ ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നു. MK രാഘവൻ MP DK ശിവകുമാറിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ഭംഗിയായി നടത്തുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു രാവിലെ. പക്ഷേ കുറച്ചുകൂടി അതിനൊരു കാര്യക്ഷമത കൈവരേണ്ടതുണ്ട്. നമുക്ക് നിലവിൽ അവിടെ നിന്നുള്ള മറുപടി അനുസരിച്ച് ആ ഒരു രീതിയിലുള്ള ഒരു കാര്യക്ഷമമായ ഇടപെടൽ അവിടെ നടക്കുന്നില്ല എന്നാണ് നാം മനസ്സിലാക്കുന്നത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ അത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. ഏറ്റവും പെട്ടെന്ന് സമയം നഷ്ടപ്പെടുത്താതെയുള്ള ഒരു രക്ഷാപ്രവർത്തനം ഈ പ്രദേശത്ത് നടത്തേണ്ടതുണ്ട്. കാരണം ആ രീതിയിൽ വളരെ ശുഭകരമായ ചില സൂചനകൾ ലഭിക്കുമ്പോൾ അതിനെ ആ രീതിയിൽ തന്നെ ഉപയോഗപ്പെടുത്താൻ ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നവർ തയ്യാറാകേണ്ടതുണ്ട്. ആ ഒരു ആവശ്യം കുടുംബത്തിന്റെ ഭാഗത്തുനിന്നും കൂടി നിലവിൽ ഉയരുന്നുണ്ട്. വേണു. ശരി.